നമസ്കാരം. ലോകത്തിന്റെ എല്ലാ കോണിലും ഇപ്പോൾ ഡേറ്റിംഗ് ആപ്പുകൾ വളരെ സജീവമാണ്. പുതിയ തലമുറ എല്ലാവരും തന്നെ ഡേറ്റിംഗ് ആപ്പുകളുമായി വളരെ പരിചയമുള്ളവരുമാണ്. എന്തായാലും ഈ ഡേറ്റിംഗ് ആപ്പുകളുടെ പരസ്യവാചകങ്ങളൊക്കെ വളരെയധികം വ്യത്യാസമുള്ളതാണ്. നിങ്ങളുടെ ആത്മാവിനെ കണ്ടെത്തൂ, നിങ്ങളുടെ പങ്കാളിയെ കണ്ടെത്തൂ തുടങ്ങിയ പരസ്യവാചകങ്ങളാണ് സാധാരണയായി ഡേറ്റിംഗ് ആപ്പുകളൊക്കെ ഉപയോഗിക്കാറുള്ളത്. പക്ഷെ പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഡേറ്റിംഗ് ആപ്പ് നൽകിയിരിക്കുന്ന പരസ്യം അതിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ കസിൻസിനെ അല്ലാതെ ആരെങ്കിലും കണ്ടെത്തൂ എന്നാണ് പാകിസ്ഥാനിൽ നിന്നുള്ള ഒരു ഡേറ്റിംഗ് ആപ്പിന്റെ പരസ്യം. പാകിസ്ഥാനിലെ ചില പ്രദേശങ്ങളിൽ ഇപ്പോഴും രക്തബന്ധമുള്ള ആളുകൾ തമ്മിൽ വിവാഹിതരാവാറുണ്ട്. ഈ പതിവിനെ പാതി കളിയാക്കിയും പാതി കാര്യമായും ട്രോളിക്കൊണ്ടാണ് ഈ ഡേറ്റിംഗ് ആപ്പ് ഒരു വലിയ പരസ്യ ബോർഡ് സ്ഥാപിച്ചിരിക്കുന്നത്. മൂസ് എന്ന ഒരു ഡേറ്റിംഗ് ആപ്പാണ് ഇത്തരത്തിലുള്ള ഒരു പരിഹാസം നിറഞ്ഞ പരസ്യവാചകം സ്വീകരിച്ചിരിക്കുന്നത്. മുസ്ലിം മതവിശ്വാസികൾ തമ്മിലുള്ള ഡേറ്റിംഗിന് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന മൂസ് എന്ന ആപ്പ് അവരുടെ അർത്ഥം തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു പരസ്യവാചകം സ്വീകരിച്ചിരിക്കുന്നത്. പരമ്പരാഗത വൈവാഹിക രീതികൾ ഉപേക്ഷിച്ചുകൊണ്ട് പുതിയ നൂതനമായ രീതികൾ കണ്ടെത്തൂ എന്നുകൂടിയുള്ള ആഹ്വാനമാണ് ആപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, പരമ്പരാഗത രീതിയിൽ കസിൻസ് തമ്മിലുള്ള വിവാഹബന്ധം പ്രോത്സാഹിപ്പിച്ചാൽ തങ്ങളുടെ കമ്പനിക്ക് അത് അത്ര ഭൂഷണമല്ല എന്നുള്ള ഒരു തിരിച്ചറിവ് കൂടി ഇതിന് പിന്നിലുണ്ട്. അതിനോടൊപ്പം തന്നെ പരമ്പരാഗത ആശയങ്ങളെ നിരാകരിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നുള്ള ഒരു ശക്തമായ സന്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരസ്യവാചകത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇതിപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുന്നതും. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ മുസ്ലിം മത പണ്ഡിതരൊക്കെ പലപ്പോഴും വിവാദപരമായ പ്രഭാഷണങ്ങളൊക്കെ നടത്താറുണ്ട്. ഫുട്ബോൾ കളിക്കരുത്, പാട്ട് പാടരുത്, അല്ലെങ്കിൽ ഭരതനാട്യം ഉൾപ്പെടെയുള്ള നൃത്ത കലാരൂപങ്ങളൊക്കെ പഠിക്കുമ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തുക തുടങ്ങിയ ചില കലാപരിപാടികളൊക്കെ ഇവിടെയുള്ള മുസ്ലിം വിഭാഗത്തിനിടയിലുണ്ട്. ചില പണ്ഡിതർ അതൊക്കെ ഈണത്തിൽ തന്നെ പറഞ്ഞ് വിമർശനം എന്ന നിലയ്ക്ക് ഉന്നയിക്കാറുമുണ്ട്. എന്തായാലും പാകിസ്ഥാനിൽ ഇത്തരത്തിലുള്ള ഒരു ഡേറ്റിംഗ് ആപ്പിന് വലിയ ജനപ്രീതി ലഭിക്കുന്നുള്ള വിവരം ഇവിടെയുള്ള മുസ്ലിം മത പണ്ഡിതർ അറിഞ്ഞിട്ടില്ല എന്ന് തന്നെ തോന്നുന്നു. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടായിരുന്നുവെങ്കിൽ പുതിയ തലമുറയെ നന്നാക്കുക എന്ന ഉദ്യമത്തോടു കൂടി നടക്കുന്ന ചില പ്രഭാഷണങ്ങളൊക്കെ അവർ അവസാനിപ്പിച്ചേനെ. അങ്ങനെയാണെങ്കിൽ ഈണത്തിൽ വിവരക്കേട് പറയുന്ന ഒരു പ്രവണത കുറച്ച് കുറയാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക് VCT മലയാളം.